അടിപൊളി. ഇതാണ് ചിക്കൻ 65. സൂപ്പർ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു മുട്ട, അത് നമ്മളതിലേക്ക് ഇട്ടു. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചിക്കൻ 65 മസാലയാണ്, അത് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ്, പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളറൊക്കെ വേണ്ടിയവർക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. നമുക്ക് ചിക്കനെ ഒന്ന് ഓപ്പൺ ആക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇച്ചിരി നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ പാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പം അതിന് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് പീസായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് എണ്ണയ്ക്കകത്ത് ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം നമ്മൾ പൊരിച്ചെടുത്ത് കഴിയുമ്പം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും പത്തലുമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മുറിച്ച് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇത് അടിപൊളി സൂപ്പർ ടേസ്റ്റി ചിക്കൻ 65 ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.